ശബരിമല വിഷയം ഇനി ചർച്ച ചെയ്തേ മതിയാകൂ. പ്രത്യേകിച്ച് എന്ത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു അവസാനമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി കയറി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ശബരിമല ചർച്ച ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. ഇനി എന്തായിരിക്കും? ഇപ്പോ പത്മകുമാർ പലതും പറയാൻ സാധ്യതയുണ്ട്. വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലാണ് പത്മകുമാർ. ജാമ്യം കിട്ടുന്നില്ല, വീണ്ടും റിമാൻഡിലോട്ട് പോകുന്നു. തനിക്ക് ശേഷം ആരും അറസ്റ്റിലാകുന്നില്ല, എല്ലാ കുറ്റവും തന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുമോ എന്നുള്ള അമിതമായ ഭയം. ഒരുപാട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞിട്ട് ആരെയും ഒന്നും പിടിക്കുന്നില്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല, മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നില്ല. വാസുവിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പാർട്ടി ശ്രമിക്കും. പക്ഷെ പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല. അത് പത്മകുമാറിന് സ്വയം തോന്നുന്നു. അതുകൊണ്ട് വമ്പൻ സ്രാവുകൾ ഇതിലുണ്ട്, അവരെ ഞാൻ കൊടുക്കുമെന്ന് പറയാതെ പത്മകുമാർ പറയുന്നുമുണ്ട്. ഈ പത്മകുമാറിന്റെ തുറന്നു പറച്ചിൽ പിണറായിക്ക് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ വെച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ശബരിമലയെ മറച്ച പിണറായിക്ക് ഈ പത്മകുമാർ പലതും തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ SITക്ക് മുന്നിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് പിണറായി കുരുക്കിലേക്ക് പോകാൻ സാധ്യതയില്ലേ? പിണറായി ബാധിക്കുന്ന വിഷയമുണ്ടെങ്കിൽ പിണറായി കുരുക്കിലേക്ക് പോകും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടികിട്ടാത്തതിന് ഇപ്പൊ പിണറായി എന്ത് ചെയ്യാനോ? അപ്പൊ അതിപ്പോ രാഷ്ട്രീയ ചർച്ചയായി പിണറായിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കറിയത്തില്ല. അത് മാധ്യമങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്കറിയാൻ ഏതായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇന്നലെ ഇപ്പൊ ഈ കേസ് SITയുടെ അന്വേഷണം ഇപ്പം ധന്യ ആശങ്കപ്പെടുന്നത് പോലെ, ഞാൻ വിചാരിക്കുന്നത് പോലെയൊക്കെ SIT അന്വേഷണത്തിന്റെ റിപ്പോർട്ട് രഹസ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രമൊക്കെ വെളിച്ചത്ത് വരുന്നുള്ളൂ. അപ്പൊ 3-ാം തീയതി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അവർക്ക് അന്വേഷിക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പല കാര്യങ്ങളും ഇതുവരെയുള്ള അന്വേഷണവും കോടതി പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കകത്ത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെന്ന് കോടതി പറഞ്ഞാന്ന് കൊടുത്തത്. അതിനകത്ത് ഈ മിക്കവാറുള്ളവരൊക്കെ അകത്ത് കിടക്കുമായിരുന്നു. ഇത് 2 പേരേ ഉള്ളൂ വെളിയിൽ. ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്ത്രിയും, പിന്നെ മന്ത്രിയല്ല, മന്ത്രിയുടെ കാര്യം കോടതി പറഞ്ഞില്ലല്ലോ. തന്ത്രിയും അന്നത്തെ മേൽശാന്തി, ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ മൊഴി മാധ്യമങ്ങളിൽ കൂടി വന്നത്, ഇവർ നേരിട്ട് പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ കേട്ടതും ഒക്കെ ശരിയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ഞാൻ ഒപ്പിട്ടു, അല്ലെങ്കിൽ ചെമ്പുവാളി അല്ലായിരുന്നു, വാതിൽ പാളി പൊളിക്കാൻ, ഇത് രണ്ടും കഴിഞ്ഞ് മോൻ തന്ത്രി പറഞ്ഞത് 2ഉം കഴിഞ്ഞ് വാതിൽ ഇളക്കിക്കൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ രീതിയിൽ. അപ്പൊ ആ തന്ത്രി കുറ്റക്കാരനാണോ എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടോന്നെങ്കിലും അറിയാം. ഇതുവരെ തന്ത്രിയെ തൊടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളില്ല. ഒരു പക്ഷേ ഇത് തന്ത്രി കുഴപ്പക്കാരനാണ്, തന്ത്രി പ്രശ്നമാണ് എന്നുള്ള കാര്യം രഹസ്യമായിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവും. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊരു സീസണാണ്, ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണ്ട, ശബരിമല സീസണല്ലേ, അല്ലെങ്കിൽ അതൊരു വലിയ പ്രത്യാഘാതം മറ്റേ രീതിയിലേക്കുള്ള ഭക്തർ പ്രശ്നത്തിലേക്ക് ഒക്കെ പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് കോടതി തന്നെ ഒരു പക്ഷേ ഈ ധന്യ പറഞ്ഞതുപോലെ മന്ത്രിയുടെ കാര്യവും തന്ത്രിയുടെ കാര്യവും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി വേണം, തെളിവുകൾ വേണ്ട രീതിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു പരിഗണന അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് കൊടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ EDയും വരും, NIAയും വരും, CBIയും വരും. അപ്പൊ ED വരണം, NIA വരണം, CBI വരണമെങ്കിൽ ED വരണമെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടാവണം, കോടിക്കണക്കിന് രൂപയുടെ രേഖയല്ലാത്ത പൈസ. NIA വരണമെങ്കിൽ ഈ രാജ്യത്തിനകത്ത് രാജ്യ താല്പര്യം അല്ലെങ്കിൽ കുഴപ്പം വരുന്ന രീതിയിലൊക്കെ ഇപ്പം കണ്ടിട്ട് ഭീകരവാദികൾ, തീവ്രവാദികൾ, ഇതേ രീതിയിലുള്ള റാക്കറ്റുകളുടെ ഇൻവോൾവ്മെന്റ് ശബരിമലയെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകണമല്ലോ NIA അന്വേഷണം വരണമെങ്കിൽ. അത് ഈ പറയുന്ന പോലെ അന്ന് കോടതി പറഞ്ഞില്ലേ, കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, കോടതി വിചാരിച്ചതനുസരിച്ചാണെങ്കിൽ കടൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള റാക്കറ്റുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന ഒരു രീതി, ഇവർക്കെല്ലാം ഇതുമായി പരസ്പരം ബന്ധമുണ്ട്, ആ രീതിയിലേക്ക് കടൽ കടക്കാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല ശബരിമല പോലെ ഇത്രയും വലിയ ത്രെട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ത്രെട്ടുള്ള ഒരു അമ്പലം, ഈ രീതിയിലേക്കുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സുരക്ഷ, അല്ലെങ്കിൽ ശബരിമല നാളക്കാലത്തെ പണ്ട് കത്തിയതുപോലെ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാൽ ഏത് രീതിയിലാവുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് NIA വരണം. പിന്നെ CBI എന്ന് പറയുമ്പം ഇതിന്റെ വിശാലത, അല്ലെങ്കിൽ ഇപ്പം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തുകൊണ്ട് മന്ത്രിയില്ല, എന്തുകൊണ്ട് തന്ത്രിയില്ല, എന്തുകൊണ്ട് പപ്പൻ ഇത്രയും കിടന്ന് പറഞ്ഞിട്ട് പപ്പന്റെ പേരിൽ ഇന്നായിരിക്കട്ട ഒരു കേസ് കൂടെ എന്ന് പറയാം. ഉള്ള കേസ് മൊത്തം പപ്പൻ പണ്ട് ഈ ചില പോക്കറ്റുകാരെയൊക്കെ പിടിച്ചിട്ട് തെളിയാത്ത കേസ് മൊത്തം ചേർത്ത് ക്ലോസ് ചെയ്യാൻ തുടങ്ങും. പോലീസിന് കേസ് ക്ലോസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുത്ത കേസ് മൊത്തം ശബരിമലയുടെ പേരിലെ എടുത്ത കേസ് മൊത്തം പപ്പന്റെ പേരിൽ. പപ്പൻ പിന്നെ എല്ലാം പറയുന്നുണ്ട് ഞാൻ ഇതിനകത്തെല്ലാം ഒപ്പിട്ടുണ്ട്, എവിടൊക്കെ ഒപ്പിടണം അവിടെ എല്ലാം ഒപ്പിട്ടുണ്ട്. പക്ഷേ
ചമ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ പപ്പൻ ഇത് പറയുന്നുണ്ട്. പക്ഷേ പപ്പൻ പറയുന്ന ഒരു കാര്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങളറിയാത്ത ചില ദൈവങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ ദൈവതുല്യരാന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾ നാട്ടുകാരൻ ദൈവതുല്യനായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ തന്ത്രി, പുള്ളിയുടെ ദൈവതുല്യം എന്ന് പറയുമ്പോൾ പിണറായി വിജയനും ഈ ഇതുപോലെ. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന പോലെ വിശാലമായിട്ട് വന്നാൽ, ഈ പറയുന്നത് വലിയ കൊള്ളയാണെങ്കിൽ, കടൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇപ്പൊ പറഞ്ഞ സോണിയാഗാന്ധിയുടെ പുറത്ത് വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈയും കാലുമൊക്കെ ഇട്ട് നിൽക്കുക, പെണ്ണുമ്പിള്ളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുക, അതിന്റെ കൂടെ UDF കൺവീനർ നിൽക്കുക, KPC പ്രസിഡന്റ് ആവാൻ വേണ്ടി നിന്ന ആൾ ചുണ്ടിന്റെയും കപ്പിന്റെയും ഇടയ്ക്ക് വിട്ട ആൾ അവിടെ പത്തനംതിട്ട MP നിൽക്കുക. അപ്പം ഇതിനകത്ത് അവരുള്ളത് പോലെ തന്നെ ഇതിനകത്ത് ആരും മിണ്ടുന്നില്ലെന്ന് നമ്മൾ നേരത്തെ പലവട്ടം ചർച്ചയിൽ. CPM വലിയ ഇല്ല, കോൺഗ്രസ്സുകാരൻ അവരുടെ ഭാഗത്തൊക്കെ KC വേണുഗോപാലിന്റെയും സതീശന്റെ ഒക്കെ വായിക്കാത്തൊരു മൈക്ക് കുത്തി കേട്ടിട്ട് എന്തെങ്കിലും പറയില്ല ഇവിടത്തിലെന്ന് പറയുമ്പോഴാ അവരിവനെ കൊള്ള പറയുന്നത്. BJP കാരനെ ചെറുതായിട്ട് ഇപ്പം സുരേഷ് ഗോപി പിന്നെ BJP അല്ലല്ലോ. സുരേഷ് ഗോപിക്ക് ഇവരായിട്ടൊന്നും വന്നില്ല. പുള്ളിക്ക് പ്രത്യേക അഭിപ്രായവും പുള്ളിയെ പരിഗണിക്കുന്ന പുള്ളിക്ക് ഇവിടുത്തെ BJP ആയിട്ടേ ബന്ധമില്ല. പുള്ളിക്ക് കേന്ദ്ര BJP ആയിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പൊ പുള്ളി പറയുന്നത് ഇപ്പൊ CBI വരും. അപ്പം CBI വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ട് അന്വേഷിക്കേണ്ടി വരും. ഈ പപ്പം പറഞ്ഞവർ 2007 തൊട്ട് അന്വേഷിക്കേണ്ടി വരും. പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രൻ ജി തുറന്നിട്ടുണ്ട്. സത്യവാങ്മൂലം സത്യം പുറത്തു വരാതിരിക്കാനുള്ള സർക്കാരിന്റെ വ്യഗ്രത പിന്നെ ഇതൊന്നും ഈ അന്വേഷണം ഒന്നും പോരാ. അപ്പം അവര് പറയുന്ന കേന്ദ്രത്തിൽ ആളിനെ കൊണ്ടുവരും. അതായത് ഈ അന്വേഷണം ഇപ്പൊ കോടതിയുടെ ആയതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു. കോടതിയുടെ ആണെങ്കിൽ പോലും ഇതിനകത്ത് ചില കാര്യങ്ങൾ നടക്കുന്നു. കോടതിയുടെ നിയമിച്ച അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ മാത്രമാണ് പിണറായിക്കെതിരായിട്ടുള്ളത്. ബാക്കി കീഴ്പോട്ട് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പിണറായിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വാധീനിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിലേക്ക് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിച്ചു തുടങ്ങി. അതുകൊണ്ട് BJPക്കും ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ അതാ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ പെല്ലെ പിന്നെ സുരേഷ് ഗോപിക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. ഉള്ളവരും വളരെ സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ, മോഷണവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അയാൾ പറഞ്ഞതിനകത്ത് ഈ മറ്റവരെല്ലാം വന്നേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന പപ്പൻ ആഗ്രഹം നടക്കും. ചിലപ്പോൾ മന്ത്രിയകത്തുവും തന്ത്രിയകത്തുവും വിശാലമായിട്ട് 2007 തൊട്ട് ഇവന് ഇപ്പൊ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് വിശാലമായിട്ടുള്ള അന്വേഷണം വേണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞത് ലോക ഫ്രോഡാണ്. ഇങ്ങനെ തന്നെ പറഞ്ഞത്. വലിയ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ വലിയ കൊള്ള നടന്നിട്ടുണ്ട്, നിസ്സാരമല്ല. ഇതിനകത്ത് പിടിക്കാൻ ആളുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതി ഇന്നലെ നിരീക്ഷിച്ചേക്കുന്നത് വാക്കാൽ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് വാർത്ത അനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനൊന്നും അല്ലത് ഇല്ല പറഞ്ഞില്ല, ഇത് ഇങ്ങനൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല ഇതിന്റെ കാര്യം. ഹൈക്കോടതി പറഞ്ഞത് വിശാലമായിട്ട് അന്വേഷിച്ചേ ഒക്കത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇവർ 3 പേരും വരുന്നതല്ല. ഈ അന്വേഷണം ഇവിടെ നിൽക്കുന്നില്ല. തൃപ്തിയില്ല കോടതിക്ക്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ മറ്റു ചില കാര്യക്കാരുടെ മൊഴികളുടെ അല്ലെങ്കിൽ ബന്ധത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഇങ്ങനെ നിന്നാൽ പോരാ. അതിനകത്ത് ആൾക്കാരുണ്ട്, അവരെ വെളിയിൽ കൊണ്ടുവരണം. അതിന് CBI അല്ലെങ്കിൽ ED ഈ പറയുന്ന ഈ 3 എണ്ണം പോലും കൂടെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിണറായി ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് എവിടൊക്കെ കയറി പിടിക്കുന്ന ആർക്കറിയാം. എവിടൊക്കെ അതിന്റെ ഐറ്റം ഇരിക്കുന്ന അറിയാനൊക്കത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണല്ലോ ഇതിനകത്തൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ തന്ത്രി ഇങ്ങനെ ചെയ്യുന്നു? നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ പപ്പൻ ഇതിനകത്ത് ഇത്രയും വെട്ടി എഴുതിയിട്ടുണ്ടെന്ന്? അപ്പം വിചാരിക്കാത്ത ആൾക്കാർ വരും. അതുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ അങ്ങോട്ടെങ്ങാണോ ചെന്നാലും കോടിക്കണക്കിന് രൂപയുടെ കടൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കാര്യമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കാര്യം വരുമ്പോഴായിരിക്കും തന്ത്രിയുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ കക്ഷികളുടെയും വലിയ വലിയ പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ കാര്യങ്ങളിലേക്ക് ഇത് വരുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചോദിച്ചു പിണറായി പേടിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത.